ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എയിൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ നിങ്ങൾക്ക് ആ ട്രിക്ക് മാത്രം പറഞ്ഞുതരാം. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, ആ ട്രിക്ക് മാത്രം പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് വേറെ ഇതിൽ അപ്ലൈ ചെയ്ത് വെക്കാം സ്വന്തമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാനായിട്ട് ഞാൻ ചെറിയ സംഖ്യ എടുത്ത്, ഞാൻ ഇപ്പോൾ എടുത്ത സംഖ്യ 128ആണ്. ഇതെനിക്കറിയാം എന്താണ് എയിൻ്റെ മൾട്ടിപ്പിളാണ്, ചെറിയ സംഖ്യയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവണം എന്നുള്ള ഇതിലത്തിനാണ് ഞാൻ ഈ നമ്പർ എടുത്തത്. അപ്പോൾ എയിൻ്റെ മൾട്ടിപ്പിൾ 128. അതായത് അവസാനത്തെ സംഖ്യ എടുക്കുക, നമ്മളെ പ്രൊസീജിയർ ഇങ്ങനെ അവസാനത്തെ സംഖ്യ എടുക്കുക, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ വന്നാൽ 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടും. ഓക്കെ, ഇനി ആ 8ന് മുമ്പത്തെ സംഖ്യ ഏതാ, അതിന് 16 കുറക്കുക. ഓക്കെ, 16 കുറച്ചാൽ ഇവിടെ 0 കിട്ടുന്നത്, അപ്പോൾ എയിൻ്റെ മൾട്ടിപ്പിളാണ്. ഇനിയിപ്പോൾ വേറെ ഞാൻ വേറെ എക്സാമ്പിൾ എടുത്തു. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എയിൻ്റെ മൾട്ടിപ്പിളാണോന്ന് അറിയില്ല. ഞാൻ റാൻഡായിട്ട് എടുത്തൊരു സംഖ്യയാണ് 3, 4, 5, 9. ഇതിൻ്റെ അവസാന സംഖ്യ ആയിട്ട് അല്ല 9 എടുക്കുക, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്രയാണ്? 9 2 18. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 18 ആ 345 മൈനസ് ചെയ്യുക. ഓക്കെ, 9ൻ്റെ അപ്പുറത്തുള്ള സംഖ്യയാണ് 345. അതിന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിട്ട് 327. എന്നിട്ട് അവസാനത്തെ സംഖ്യ വീണ്ടും എടുക്കുക, എടുക്കുക. 327 എടുത്തിട്ട് വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ 14 കിട്ടും. പിന്നെ എന്താ കിട്ടുക, എൻ്റെ മുമ്പുള്ള സംഖ്യ 32. 32 14 മൈനസ് ചെയ്ത് എത്രയേ? 18. ഓക്കെ, 18 ഒരു ചെറിയ സംഖ്യയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, എയിൻ്റെ മൾട്ടിപ്പിൾ 18 വരുന്നുണ്ടോ? ഇല്ല. 1 7 2 14 3 21. ഓക്കെ, ഇത് എയിൻ്റെ മൾട്ടിപ്പിളും അല്ല, ഒരു 0 അല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇത് എ കൊണ്ട് ഡിവിസിബിൾ ചെയ്യാം, അല്ല ഹരിക്കാൻ പറ്റുന്ന ഡിവിസിബിലിറ്റി, എയിൻ്റെ ഡിവിസിബിലിറ്റിയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഇത് എയിൻ്റെ ഡിവിസിബിൾ ആവുന്ന സംഖ്യ അല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തോ, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ.